വിദേശ ശക്തികൾക്ക് ഈ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിടത്തോളം പോലും സ്വദേശ ശക്തികൾക്കാകുന്നില്ല എന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിലൊന്നായി നമുക്കിതിനെയും കാണാൻ കഴിയും. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, വഖഫ് എന്നത് ഒരു പുണ്യമായ അമലാണ്, മഹത്തായ ഒരു കർമ്മമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ഒരു കർമ്മമാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഭേദഗതി ആ ബില്ലിന് ബാധകമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ തൃപ്തിയെ ആഗ്രഹിച്ചാണ് ഒരു മനുഷ്യൻ വഖഫ് ചെയ്തതെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്ഥാനവും അംഗീകാരവും മഹത്വവും അള്ളാഹു നൽകും. ഈ ലോകത്ത് മനുഷ്യൻ അതിൻ്റെ നിയമങ്ങൾ എങ്ങനെയൊക്കെ മാറ്റി മറിച്ചാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടാനൊന്നുമില്ല. അവൻ്റെ സമ്പത്ത് അവൻ വിനിമയം ചെയ്യുന്നത് മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പേരോ പ്രസിദ്ധിയോ അംഗീകാരമോ ആഗ്രഹിച്ചിട്ടല്ല. അതിൻ്റെ എല്ലാം ഉപരിയായി സൃഷ്ടാവായ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള അംഗീകാരം മാത്രം ആഗ്രഹിച്ചാണ് ഒരു മുസ്ലിം അവന്റെ അധ്വാനത്തിന്റെ വലിയൊരു വിഹിതം മനുഷ്യന്റെ ഗുണത്തിന്, ദീനിന്റെ നന്മയ്ക്ക് വേണ്ടി വകയിരുത്തുന്നതെങ്കിൽ, മാറ്റിവെക്കുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള സ്വീകാര്യത അവന് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഒരക്രമവും ചെയ്യില്ല, ഒരന്യായവും ചെയ്യില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് അക്രമം ചെയ്യുന്നവനല്ല. അതിലോടെ നീതിയോടെ പെരുമാറുന്ന റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഒരു മുസ്ലിം അവന്റെ സ്വത്ത് മാറ്റിവെച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടാൻ ഒന്നുമില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വളരെ പ്രബലമായ ഒരു ഹദീസ് നമുക്കെല്ലാവർക്കും അറിയുന്നത്, ഇദാ മാത ഇബ്നു ആദം, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഇൻഖതഅ അൻഹു അമലുഹു, അവന്റെ നന്മകൾ മുഴുവൻ അവസാനിച്ചു. അവന് നന്മകൾ ചെയ്യാൻ ഒരവസരവും ഇനി അവന് ബാക്കിയില്ല. ജീവിതം അവസാനിച്ചു കഴിഞ്ഞു, നന്മകളും അവസാനിച്ചു എന്ന് പറഞ്ഞിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീണ്ടും നന്മയുടെ വഴികൾ ഓരോന്നോരോന്നായി തുറന്നിടുകയാണ് നമ്മുടെ മുമ്പിൽ. ജീവിതം കൊണ്ട് അവസാനിക്കാത്ത നന്മകൾ അനേകമുണ്ടെന്ന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരണത്തോടുകൂടി ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല, ഒരാളുടേതും അവസാനിക്കുന്നില്ല. അത് വഖഫ് നിയമം ഭേദഗതി ചെയ്തവരുടേതും അവസാനിക്കുന്നില്ല. വഖഫിന് വേണ്ടി കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സമ്പത്ത്, സ്വന്തം വിയർപ്പ്, സ്വന്തം രക്തം വിയർപ്പാക്കി ഒഴുക്കി ഉണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്നും മനുഷ്യൻ ഉപകാരപ്പെടണം എന്ന വലിയ ലക്ഷ്യത്തില് എടുത്തു കൊടുത്ത മനുഷ്യൻ, ആ മനുഷ്യനും പുനർജീവിപ്പിക്കപ്പെടും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്ന സകലരെയും അല്ലാഹു തആല പുനർജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു, അവർ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ നേരത്തെ കൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ എഴുതി റെഡിയാക്കി കൃത്യമായി കണക്കാക്കി വെച്ചിട്ടുണ്ട്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവര് മരണപ്പെട്ടതിനു ശേഷം അവരുടേതായി എന്തെല്ലാം ഈ ലോകത്ത് ബാക്കിയാക്കിയിട്ടാണോ അവര് പോയത് അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിനെ നിരാശപ്പെടുത്തുന്നില്ല. സമ്പത്ത് വഖഫ് ചെയ്തവനെ ഒരിക്കലും അല്ലാഹു നിരാശപ്പെടുത്തുന്നില്ല. നിരാശപ്പെടാൻ ഒന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം. സമ്പത്ത് മുടക്കിയവനെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടാനില്ല. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, എല്ലാ മനുഷ്യനെയും പുനർജീവിപ്പിക്കും ഞാൻ. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകളാണോ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത്, എന്തെല്ലാം ചെയ്തിട്ടാണോ പരലോകത്തിലേക്ക് അവൻ അയച്ചിട്ടുള്ളത്, അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്.
വആസാറഹും, അവൻ ഈ ലോകത്തു നിന്നും യാത്രയായതിനു ശേഷം അവൻ ചെയ്തു വെച്ച നന്മകൾ ഏതെല്ലാം തരത്തിൽ ഇവിടെ ബാക്കിയായി അവശേഷിക്കുന്നോ അതും അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ അവന്റെ അധ്വാനത്തിൽ നിന്നും വലിയൊരു വിഹിതം ഒരു മസ്ജിദിന് വേണ്ടി, അല്ലെങ്കിൽ മദ്രസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ ഉദ്ധരിക്കാൻ ആവശ്യമായ ലൗകികമായ അവന്റെ വളർച്ചയ്ക്കോ അവന്റെ പാരത്രിക വളർച്ചയ്ക്കോ ആവശ്യമായ ഏതെങ്കിലും ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ അവന്റെ ഒരു പൈസ ചെലവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെല്ലാം നിയമങ്ങൾ ഇവിടെ മാറി മറിഞ്ഞാലും, ഏതെല്ലാം തരത്തിൽ ദുഷ്ടലാക്കുകളോടുകൂടി മനുഷ്യൻ ഓരോരുത്തന്റെയും അധ്വാനത്തിന്റെ സമ്പത്തിന്റെ ബാക്കിയിൽ കയറി ഇടപെട്ടാലും, ഏതെല്ലാം രീതിയിൽ അതിനെ അന്യായപ്പെടുത്താൻ അല്ലെങ്കിൽ അന്യാധീനപ്പെടുത്താൻ ശ്രമിച്ചാലും അള്ളാഹു പറയുന്നത് നക്തുബു മാ ഖദ്ദമു വആസാറഹും, ഓരോരുത്തരും ഇവിടെ ബാക്കിയാക്കിയിട്ട് പോയത് അള്ളാഹു എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നിരാശപ്പെടാൻ ഒന്നുമില്ല എന്ന വസ്തുത നാം തിരിച്ചറിയുകയും വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ കഴിയുന്നിടത്തോളം വീണ്ടും ചെയ്യാനുള്ള ആർജവവും ധൈര്യവുമാണ് ഇത്തരം വേളയിൽ നാം നേടിയെടുക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാലും അവനിലേക്ക് ചെന്ന് ചേരുന്ന അനിസ്യൂതം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്ന നന്മകളുണ്ട്. മനുഷ്യൻ മരിക്കുന്നതോടുകൂടി നന്മ മരിക്കുന്നില്ല. ഓരോരുത്തൻ ചെയ്തു വെച്ച നന്മകൾ മരിക്കുന്നില്ല, അതിനി ഇവിടെ തുടരുകയാണ്. അത് അവന്റെ നന്മയുടെ റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമൻ അല്ലമഹു, അവൻ പഠിപ്പിച്ച അറിവ്, അതിന്റെ ഗുണം അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ മരിച്ചാലും മരിക്കാത്തതാണത്. അറിവ്, അവൻ പഠിപ്പിച്ച അറിവിന് അവസാനമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കും. ഔ വലദൻ സാലിഹൻ തറകഹു, അല്ലെങ്കിൽ ഒരു നല്ല മോനെ ഈ ലോകത്ത് ബാക്കിയാക്കിയിട്ട് പോയാൽ അവൻ ചെയ്തു വയ്ക്കുന്ന നന്മകൾ, അവനിലൂടെ കിട്ടുന്ന പ്രാർത്ഥനകൾ, അതെല്ലാം ആ മനുഷ്യന് കിട്ടിക്കൊണ്ടേയിരിക്കും, നഷ്ടപ്പെടാനൊന്നുമില്ല. ഔ മസ്ജിദൻ ബനാഹു, അല്ലെങ്കിൽ ഒരു മസ്ജിദ് ഒരാൾ പണിതു, വഖഫ് ചെയ്തു, മുസ്ലിമീങ്ങളുടെ ഇബാദത്തിന് വേണ്ടി വഖഫ് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മസ്ജിദ് ഒരാൾ പണിത് വഖഫ് ചെയ്താൽ അതിന്റെ പ്രതിഫലം അവന് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് അവസാനിക്കാത്ത പ്രതിഫലമായി നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ അസ്വസ്ഥപ്പെടണം, എന്തിനാശങ്കപ്പെടണം? ഒരിക്കലും ഈ നിയമങ്ങളിൽ ഭേദഗതിയില്ല. അള്ളാഹ് നമുക്ക് നൽകിയിട്ടുള്ള ആശ്വാസത്തിന്റെ വചനങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ധൈര്യമുണ്ട്. സമ്പത്ത് ചെലവഴിക്കുന്ന വഴിയിൽ അതിന് ഭേദഗതിയൊന്നും വരില്ല. ഔ മസ്ജിദൻ ബനാഹു, ഒരു മനുഷ്യൻ ഒരു മസ്ജിദ് പണിതു വെച്ചാൽ അതിന്റെ പേരിൽ നിയമങ്ങൾ ആരൊക്കെ തിരുത്തി എഴുതിയാലും അതിന്റെ ഒന്നും പ്രതിഫലം ആ മനുഷ്യന് ലഭിക്കാതെ പോകില്ല, തുടർന്നു കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ ബൈതൻ ലിബ്നി സബീലി ബനാഹു, അല്ലെങ്കിൽ യാത്രക്കാര് അവരുടെ യാത്രാമധ്യേ വിശ്രമിക്കാൻ വേണ്ടി ഒരു വിശ്രമ കേന്ദ്രം ഒരാൾ ഉണ്ടാക്കി കൊടുത്തു. മനുഷ്യന്റെ പഴയകാലത്തൊക്കെ ദീർഘമായ യാത്രകളിൽ വിശ്രമത്തിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ പൊതുവായി ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. രാജാക്കന്മാർ നിർമ്മിച്ചു കൊടുക്കാറുണ്ടായിരുന്നു, വ്യക്തികൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്ത് തളർന്ന് വരുന്ന മനുഷ്യന് ഒരൽപ്പം സമയം കയറി കിടക്കാനും വിശ്രമിക്കാനും ഉതകുന്ന ഒരു ഭവനം ഒരാൾ ഉണ്ടാക്കി കൊടുത്താൽ അതിന് മനുഷ്യൻ എന്തെല്ലാം നിയമങ്ങൾ മാറ്റി എഴുതിയാലും അള്ളാഹു അതിന്റെ പ്രതിഫലം അവന് കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഔ നഹ്റൻ അജ്റാഹു, അല്ലെങ്കിൽ ഒരു നദി, ജനങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടി ഒരു കനാൽ ഉണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ നദി ഉണ്ടാക്കി കൊടുത്തു, വെള്ളം ഒഴുകുന്ന ഒരു കനാൽ, ഒരു കൈത്തോട് ഒരാൾ ഉണ്ടാക്കി കൊടുത്തു. ഔ സദഖൻ തനഖറജഹ മിൻ മാലിഹി ഫീ സിഹ്ഹതി, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള സമയത്ത് ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി എന്തെങ്കിലും സാമ്പത്തികമായ സഹായം ചെയ്തു. ഇതെല്ലാം ഏതെല്ലാം തരത്തിൽ മനുഷ്യൻ ഈ ലോകത്ത് അവന്റെ സമ്പത്തിനെ മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിൽ
അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സൃഷ്ടിയെ സൃഷ്ടാവുമായി അടുപ്പിക്കാൻ ഉതകുന്ന ഏതെങ്കിലും ഒരു വഴിയിൽ, ഈ രണ്ടാലൊരു വഴിയിൽ ഒരു മനുഷ്യൻ അവന്റെ അധ്വാനം ഇവിടെ ബാക്കിയാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരാളും നിരാശപ്പെടാനില്ല. ആ നിയമം ഇത് റബ്ബ് തന്നതാണ്. ഈ റബ്ബിന്റെ നിയമത്തിന് ഒരു മാറ്റവും നമ്മൾ ആശങ്കപ്പെടാനില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുറച്ച് സമ്പത്ത് കിട്ടി ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഇത്തവണ കുറേയേറെ സമ്പത്ത് കിട്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഇത്രയേറെ സമ്പത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വലിയൊരു എമൗണ്ട് എന്റെ കയ്യിലേക്ക് വന്നപ്പോ ഞാൻ വിചാരിക്കുന്നു ഇത് ഫീ സബീലില്ലാഹിൽ വിനിമയം ചെയ്യണമെന്ന്. സഹാബാക്കൾ അങ്ങനെയാണ് ആഗ്രഹിച്ചത്. കാരണം അവരുടെ മരണശേഷവും അവർ തുടങ്ങി വെച്ച നന്മകൾ ഇവിടെ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം. ഇതാണ് വഖഫിന്റെ അടിസ്ഥാനം. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാലും എന്റെ സ്വത്തിന്റെ ഒരു ഓഹരി ഇവിടെ മനുഷ്യർ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് വഖഫ് ഉണ്ടാകുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ പ്രയോജനം നീ സദഖ ചെയ്യൂ, ആ സ്വത്ത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇത് സദഖയുടെ ഒരു രീതിയാണ്. സാമ്പത്തികമായി സഹായത്തിന് ഇസ്ലാം പല രീതികൾ പഠിപ്പിച്ചിരുന്നുണ്ട്. സദഖകൾ പൂർണ്ണമായും ഉടമസ്ഥാവകാശം നൽകി കൊടുക്കുന്നതിന് സദഖ എന്ന് പറയും. ഒരു വീടുണ്ടാക്കി ഒരാൾക്ക് കൊടുത്തു, അതിന് സദഖ എന്ന് പറയും. അല്ലെങ്കിൽ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് ഒരു സന്തോഷത്തിന്റെ പേരിൽ ഒരു സംഭാവന കൊടുത്തു, ഹദിയ എന്ന് പറയും. പരസ്പര സ്നേഹബന്ധം നിലനിർത്താൻ സന്തോഷത്തിന്റെ പേരിൽ കൊടുക്കുന്നത് ഹദിയ. ഇതൊക്കെ സമ്പത്ത് കൊണ്ട് മനുഷ്യൻ പരസ്പരം ചെയ്യുന്ന ഉപകാരങ്ങളോ അല്ലെങ്കിൽ പുണ്യങ്ങളോ ഒക്കെയാണ്. അതുപോലെ വസിയത്തുണ്ട്, സകാത്ത് ഉണ്ട്. പല രീതികളിലാണ് ഇസ്ലാം സാമ്പത്തികമായ സഹായത്തിന്റെ മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത്. ഏത് രീതിയിലുമാകാം. അതിൽ ഒരു രീതിയാണിത്. വസ്തു അതിന്റെ ഉടമസ്ഥാവകാശം ആർക്കും നൽകാതെ അതിന്റെ ഉപയോഗം മാത്രം പ്രത്യേകമായ ഒരു വിഭാഗത്തെ കണ്ട് അല്ലെങ്കിൽ പൊതുവായി ആർക്കും ലഭിക്കുന്ന രീതിയിൽ കൂടി കൊടുക്കുന്ന രീതിക്കാണ് വഖഫ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഭൂമി ഒരാൾ കൊടുത്തു, ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കും കൊടുക്കുന്നില്ല. അതിന്റെ കൈകാര്യ അവകാശം ചില വ്യക്തികളെ ഏൽപ്പിക്കുന്നു. അത് തലമുറകളായി കൈമാറി അതിന്റെ കൈകാര്യ അവകാശം നിലനിൽക്കുന്നു. പക്ഷേ അതിന്റെ ഉപയോഗം ഏത് വഴിയിൽ വേണം. അപ്പൊ ഉപയോഗത്തിന്റെ മാത്രം ഒരു ദാനമാണ് വഖഫ് എന്ന് പറയുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്വത്തിനെ ആരുടെയും ഉടമസ്ഥാവകാശത്തിൽ വിട്ടുകൊടുക്കാതെ അതിന്റെ പ്രയോജനം മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞ വിഷയവും അത് തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടാനൊന്നുമില്ല. നിരാശകളുണ്ട്, അതൊരു വസ്തുതയാണ്. ചില വശങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ നിരാശയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു മുസ്ലിം അവന്റെ അമലി ജീവിതവുമായി ഇതിനെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യവുമായി, അള്ളാഹുവിന്റെ സ്നേഹവുമായി, അള്ളാഹുവിന്റെ കാരുണ്യവുമായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തന്നിട്ടുള്ള പൂർണ്ണമായ ഉറപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് നിരാശപ്പെടാനൊന്നുമില്ല. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ എന്തെല്ലാം സമ്പത്ത് ഇനി ഇവിടെ ബാക്കിയാക്കിയിട്ട് പോകാം. നാളെ നാം മരണപ്പെടുമ്പോൾ എന്റെ വകയും ഒരു സ്വത്ത് മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ മനുഷ്യനെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്ന ഒരു മസ്ജിദ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മദ്രസ എന്ന നിലയിൽ, അല്ലെങ്കിൽ ദീനീ സംരംഭങ്ങൾ എന്ന നിലയിൽ ഇവിടെ ബാക്കിയാക്കിയിട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് നാം ഭാഗ്യവാന്മാരായി മാറുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് അങ്ങനെയാണ്. ആ സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം ആർക്കും കൊടുക്കാതെ അതിന്റെ പ്രയോജനം മനുഷ്യന് വിട്ടുകൊടുക്കുക എന്നാണ്. ഈ നിലയിൽ സമ്പത്ത് ചെലവഴിക്കാൻ നാമും തയ്യാറാവുക. നമ്മുടെ സമ്പത്തിന്റെയും ഒരംശം ആ നിലയിൽ ഈ ഭൂമിയിൽ നിലനിൽക്കട്ടെ. വഖഫിന്റെ നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യപ്പെടുമ്പോഴും നമുക്കും ഇനിയും ഇത് സാധിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളെ സംബന്ധിച്ച് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ബഖിയ അഹദുൻ മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു മഖ്ദറത്തുൻ അൽ വഖഫി ഇല്ലാ വഖഫ. നബിയുടെ സഹാബാക്കളിൽ വഖഫ് ചെയ്യാനുള്ള എന്തെങ്കിലും വക കയ്യിലുള്ളവരെല്ലാം
എന്തെങ്കിലും ഒരു തുക ഇവിടെ ബാക്കിയാക്കിയിട്ടാണ് പോയത് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു സഹാബാക്കളെ സംബന്ധിച്ച് പറയണം. വഖഫ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മുതൽ കയ്യിലുണ്ടെങ്കിൽ അത് ഇവിടെ ബാക്കിയാക്കിയിട്ടാണ് പോകുന്നത്, ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി. അല്ലെങ്കിൽ ഒരു മസ്ജിദ്, ഞാൻ നേരത്തെ വിശദീകരിച്ച ഏതെങ്കിലും ഒരു വഴിയിൽ കൂടി നമ്മളുടെ ഒരു സമ്പാദ്യം ഈ ലോകത്ത് നിലനിൽക്കണം എന്ന ആഗ്രഹത്തിൽ ബാക്കിയാക്കിയിട്ടാണ് സഹാബാക്കൾ പോയത് എന്ന് നമുക്കറിയാലോ. മസ്ജിദ് നബവി വഖഫിന്റെ ഭൂമിയാണ്. ആ ഭൂമി അള്ളാഹുവുമായി മനുഷ്യനുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഖാലിഖും മഖ്ലൂഖുമായ ബന്ധത്തിന്റെ ഏറ്റവും ഉദാത്തമായ രൂപങ്ങൾ നമ്മൾ കാണുന്നത് മസ്ജിദ് നബവിയിലാണെങ്കിൽ അതിന്റെ ആദ്യത്തെ വഖഫുകാര്, പിന്നീട് അതിനു വേണ്ടിയിട്ട് വഖഫ് ചെയ്തവർ എല്ലാം അതിന്റെ ഫലം ഇന്ന് അവരുടെ ഖബറുകളിൽ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിലയ്ക്കാത്ത പ്രവാഹമായി നന്മകൾ അവരുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് വഖഫിലൂടെ വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം ഷാഫി റഹിമഹുല്ല പറയുന്നുണ്ട്, അനേകം സഹാബാക്കളെ എനിക്കറിയാം, അവരുടെ എല്ലാം വഖഫിന്റെ ഭൂമിയും എനിക്കറിയാമെന്ന് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. വഖഫ് ആ നിലയിൽ വളരെ മഹത്തായ ഒരു അമലാണ്. നമ്മുടെയൊക്കെ മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന ഒരു സമ്പത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, മാ നഖസത് സദഖത്തുൻ മിൻ മാലി, സദഖ ചെയ്തതിന്റെ പേരിൽ ഒരു സമ്പത്തും കുറയില്ല. അങ്ങനെ നിങ്ങൾ ആശങ്കപ്പെടുകയും വേണ്ട. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ കഴിഞ്ഞു, കുറേയേറെ നന്മകൾ നമ്മൾ ചെയ്തു. ഇനിയും നമുക്ക് ഇത്തരം നന്മകളെ കുറിച്ച് ആലോചിക്കാം. അവസാനിക്കാത്ത നന്മകൾ ചെയ്തു വെക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. നമ്മളുടെ സ്വത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഈ ലോകത്ത് നിലനിൽക്കട്ടെ, മനുഷ്യന് വേണ്ടി നിലനിൽക്കട്ടെ. അങ്ങനെ ഒന്ന് നമ്മൾ ചിന്തിക്കൂ. ആ ഒരു വഴിയിൽ കൂടെ നമുക്ക് നീങ്ങാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, മാ നഖസത് മാലുൻ മിൻ സദഖത്തിൻ, സദഖ ചെയ്തിട്ട് ഒരു മനുഷ്യന്റെയും സമ്പത്ത് കുറഞ്ഞിട്ടില്ല എന്ന. വേറൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബാക്കളോട് ചോദിക്കുകയാണ്, അയ്യുക്കും മാലു വാരിസിഹി അഹബ്ബു ഇലൈഹി മിൻ മാലിഹി, സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നവർ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിക്കുകയാണ്. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, എല്ലാവർക്കും സ്വന്തം സമ്പത്ത് തന്നെയാണല്ലോ ഇഷ്ടം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ നിങ്ങൾ മനസ്സിലാക്കിക്കോ, സ്വന്തം സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വഖഫ് ചെയ്യുന്ന സമ്പത്താണ് സ്വന്തം സമ്പത്ത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നതൊക്കെ വാരിസിന്റെ ഉള്ളതാണ്, അനന്തരാവകാശിക്കുള്ളതാണ്. നിങ്ങളുടെ ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞാൽ അതെല്ലാം ആരെങ്കിലുമൊക്കെ വീതം വെച്ചെടുക്കും. അതൊന്നും നിങ്ങളുടേതായി നിലനിൽക്കില്ല. ഒരു മനുഷ്യന്റെ റൂഹ് ശരീരത്തിൽ നിന്നും വേർതിരിയുന്നതോടുകൂടി അയാളുടെ സമ്പത്തിന്റെ ഉടമകളായി സ്വയം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അനന്തരാവകാശികൾ. ആരും വീതം വെച്ചു കൊടുക്കൊന്നും വേണ്ട, അവരുടെ മുതലായത് മാറിയിരിക്കുന്നു. സ്വമേധയാ അവകാശം മാറുന്ന ഒരു പ്രക്രിയയാണ് മരണം എന്ന് പറയുന്നത്. സമ്പത്തിന്റെ അവകാശം സ്വയം മാറും മരണത്തോടുകൂടി അനന്തരാവകാശികളിലേക്ക്. പിന്നെ അയാളുടെ സ്വത്തല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്നതെല്ലാം അനന്തരാവകാശിയുടെ സ്വത്താണ്. നിങ്ങളുടെ സ്വത്ത് എന്താണ്? നിങ്ങൾ ഇവിടെ വഖഫ് ചെയ്തതാണ് നിങ്ങളുടെ സ്വത്ത്. അത് നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഖബറിലേക്ക് അതിന്റെ നന്മകൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്തെല്ലാം സദഖകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, അതാണ് നിങ്ങളുടെ സമ്പാദ്യം. അത് അവസാനിക്കാതെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം മാലിനെ കുറിച്ച് ചിന്തിക്കൂ, സ്വന്തം സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കൂ, അത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കൂ. അനന്തരാവകാശിയുടെ സമ്പത്ത് ഒരുപാട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, സ്വന്തം സമ്പത്ത് എന്ന് പറഞ്ഞാൽ നന്മയുടെ വഴിയിൽ ചെലവഴിച്ച സമ്പത്താണ്. ലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, ലഖദ് ജിഅ്തുമൂനാ ഫുറാദ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരുന്നത് ഒന്നുമില്ലാത്തവരായിട്ടാണ്. കമാ ഖലഖനാകും അവ്വല മർറ, ആദ്യം നമ്മളൊക്കെ ജനിച്ച് ഈ ഭൂമിയിലേക്ക് വരുമ്പോ എന്തായിരുന്നോ നമ്മൾ, അങ്ങനെയാണ് നമ്മൾ മടങ്ങി പോകുന്നത്. അങ്ങനെ തന്നെയാണ് മടങ്ങി പോകുന്നത്. ഒന്നും കയ്യിലില്ല, സമ്പാദിച്ച ഒരു പൈസയും ഒരാളും തന്നുവിടില്ല. എങ്ങനെയാണോ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്, ആ പിറന്നു വീണത് പോലെ തന്നെ ഈ ലോകത്ത് നിന്ന് മനുഷ്യൻ യാത്രയാവും. ശേഷം അവര് പുനർജീവിപ്പിക്കപ്പെടുന്നതും അതേ രൂപത്തിൽ തന്നെയാണ്. എങ്ങനെയാണോ ഈ ലോകത്തേക്ക് പിറന്നു വീണത് അതുമായിട്ടാണ്. ഈ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചൊന്നും ഉണ്ടാവില്ല.
കയ്യിൽ കരുതിയിരിക്കുന്ന മൊബൈലും ഉണ്ടാകില്ല, നമ്മളിവിടെ കൊണ്ടുവന്ന് എത്തിച്ച വാഹനം ഉണ്ടാകില്ല, ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല. എങ്ങനെയാണോ നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്, ഒരു പൈസയും കയ്യിലില്ലാതെ വന്നതുപോലെ ഒന്നുമില്ലാതെ മടങ്ങിപ്പോകും. അതേ രൂപത്തിൽ തന്നെ പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ഇതിന്റെ ഇടയിൽ ഒരു കാലാവധി അല്ലാഹു നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ കാലാവധിയിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് സമ്പത്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ നമ്മളുടെ ഈ ലോക ജീവിതം കഴിഞ്ഞാലും നിലനിൽക്കുന്ന നന്മകളായി ഇവിടെ വെച്ചിട്ട് പോയാൽ അതിന്റെ പ്രതിഫലം നന്മകളായി നമ്മളുടെ ഖബറിലേക്ക് നിലയ്ക്കാതെ ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. നിങ്ങളുടെ സമ്പത്ത് ചെലവഴിച്ചോളി. നിങ്ങളുടെ മരണം വരുന്നതിന് മുമ്പ് സമ്പത്ത് ചെലവഴിച്ചോളി. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കും, ഒരല്പവും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് സമ്പത്ത് അവിടെ കൊടുത്ത് കുറച്ച് പൈസ ഇപ്പുറത്ത് കൊടുത്ത് ഒന്ന് പോകാമായിരുന്നു എന്ന്. അവസരം കിട്ടില്ല. സ്വബോധമുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളുടെ സമ്പത്തിന്റെ ഓരോഹരി നന്മയുടെ വഴിയിൽ ഇവിടെ ബാക്കിയാക്കി വെച്ചിട്ട് പോയാൽ അത് ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നല്ല മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞയിടത്തെല്ലാം ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ തന്നത് എന്നാണ്. ഞാൻ തന്നത്, മിമ്മാ റസഖനാകും, ഞാൻ തന്നത് നിങ്ങൾ ചെലവാക്കൂ. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം വന്നെത്തുന്നതിന് മുമ്പ്. ഫയഖൂൽ, മരണസമയത്ത് മനുഷ്യൻ ഓരോരുത്തരും വിലപിച്ചുകൊണ്ട് പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹു ഒരല്പസമയം കൂടെ കിട്ടുവോ? ഫഅസദ്ദഖ് വഅകുൻ മിനസ് സാലിഹീൻ, ഞാനൊരു നല്ല മനുഷ്യനായി ജീവിക്കാമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിചാരിക്കും ഒരുപാടൊന്നും എന്റെ കയ്യിലില്ലല്ലോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ എനിക്ക് കാരക്കയുടെ കഷ്ണം മതിയാവും. നല്ല ആത്മാർത്ഥമായ മനസ്സോടുകൂടി ഇത് എന്റെ പരലോകത്തിന് ഉപകാരപ്പെടണം എന്ന നീയത്തില് നമ്മൾ കൊടുക്കുന്ന ചില്ലറ പൈസ സഹോദര നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷയാണ് എന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ചെറിയ ഒരു തുകയാണെങ്കിലും നമ്മളുടേതായി ഇവിടെ ബാക്കിയാകട്ടെ. ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ. വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ കഷണം കൊണ്ടാണെങ്കിൽ പോലും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ വചനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും മൻ തസദ്ദഖ ബിഇദ്ലി തംറത്തിൻ ഔ മിൻ കസ്ബിൻ തയ്യിബിൻ, നല്ല വഴിയിലൂടെ ഉണ്ടാക്കിയ പൈസ സമ്പത്ത് അതൊരൽപ്പം ഒരാള് നല്ല മാർഗത്തിൽ ചെലവഴിച്ചാൽ ലാ യഖ്ബലുല്ലാഹു ഇല്ലാ തയ്യിബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഇടയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു, അല്ലാഹ് നല്ലത് മാത്രമേ സ്വീകരിക്കുള്ളൂ കേട്ടോ. അനുവദനീയമായ വഴിയിൽ ശരിയായ മാർഗത്തിൽ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ ഒരു ചെറിയ ഒരംശം നിങ്ങളെടുത്ത് സദഖ ചെയ്താൽ അള്ളാഹു അതിനെ എങ്ങനെയാണ് സ്വീകരിക്കാന്നറിയാം നിങ്ങൾ. ഇന്നല്ലാഹ യഖ്ബലുഹാ ബിയമീനി, അള്ളാഹു അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. നിങ്ങൾ നല്ല വഴിയിൽ ശരിയായ മാർഗത്തിൽ സമ്പാദിച്ച ഒരു ചെറിയ തുക, ചെറിയ തമ്രത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതൊക്കെ അതിന്റെ ചെറുതിനെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ മതി. കാര്യമായി കണക്കാക്കാനും മാത്രം പോലും ഇല്ലാത്തൊരു ഒരു തുക കൊടുത്താൽ അള്ളാഹു അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള വളർത്ത് മൃഗങ്ങളെ, കുതിരകളെ, ഒട്ടകങ്ങളെ ഒക്കെ നന്നായി പരിചരിച്ച് വളർത്തുന്നില്ലേ? അതിനൊരു തകരാറും വരരുത്. നന്നായി വളർന്ന് നമ്മുടെ ആവശ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ എത്തണം എന്ന രീതിയിൽ നാം ഓരോരുത്തരും കൊടുക്കുന്ന പരിചരണം അല്ലാഹു തആല നമ്മൾ കൊടുത്ത ആ ഒരു ചെറുതിനെ വളർത്തിക്കൊണ്ടേയിരിക്കും. അത് വലുതായി 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 വരും. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇതിന്റെ പ്രതിഫലം എടുക്കാൻ സമയമാകുമ്പോ നമ്മൾ കൊടുത്ത ഒരു ചില്ലറ കാശൊന്നും ആയിരിക്കില്ല, അതൊരു വലിയ തുകയായി നമുക്ക് അള്ളാഹു തിരിച്ചു തരും. അത് അള്ളാഹുവിന്റെ വാക്കാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ തുകയും അതിന്റെ 10 മടങ്ങ് അല്ലെങ്കിൽ 100 അതിലേറെയോ മടങ്ങ് ഇരട്ടിയാക്കി നമുക്ക് തിരിച്ചു തരാം എന്നുള്ളത് അള്ളാഹുവിന്റെ വാക്കാണ്. ആ നിലയിൽ കൂടി നമ്മൾ നമ്മളുടെ സമ്പത്തിന്റെ ഒരു നല്ല വിഹിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറാകണം. ഇതാണ് ഈ ഒരു സന്ദർഭത്തിൽ നാം തിരിച്ചറിയാനുള്ള വസ്തുത. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനവും കൂടെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്.
ഒരു മനുഷ്യൻ ഒരു മരം നട്ടുപിടിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മനുഷ്യൻ ഒരു മരം നട്ടു, ഒരു മാവ്, അങ്ങനെ എന്തെങ്കിലും ഒരു മരം, അതിൽ നിന്നും ഏതെങ്കിലും പക്ഷി വന്ന് തിന്നുപോയാൽ അതും സദഖയുടെ കൂലിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മരം വെച്ച് പിടിപ്പിച്ച് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അത് വളർന്നു വന്നു, അതിൽ പഴവർഗ്ഗങ്ങൾ ഉണ്ടായി, പക്ഷികൾ വന്ന് ഭക്ഷിച്ചു, സദഖയുടെ കൂലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇന്നത്തെ അവസ്ഥയെ വെച്ചിട്ട് പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല, അതിൽ നിന്നും ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാലും സദഖയുടെ കൂലിയാണെന്ന് പറഞ്ഞു. വഖഫിന്റെ സമ്പത്ത് എങ്ങനെ അന്യാധീനപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചുള്ള ബില്ലുകൾ പാസ്സായിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ ചെയ്തത് നല്ല നിയത്തിലാണ്, ശരിയായ നിയത്തിൽ ചെയ്തിട്ടുള്ള ആ സദഖ, അതിനെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ അള്ളാഹു സദഖയുടെ കൂലി അതിന് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, സഹോദരങ്ങളെ, പിന്നെ നമ്മൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? നമ്മൾ എന്തിനാണ് പുറകോട്ട് നിൽക്കുന്നത്? നമ്മുടെ സ്വത്ത് നാം ഈ ലോകത്ത് നിന്ന് പോയാലും നമ്മളുടേതായി ഈ ലോകത്ത് നിലനിൽക്കട്ടെ, മസ്ജിദുകളായി നിലനിൽക്കട്ടെ, മദ്രസകളായി നിലനിൽക്കട്ടെ, സ്കൂളുകളായി നിലനിൽക്കട്ടെ, മാറാ രോഗങ്ങൾ പെട്ടുപോയ ആൾക്കാർക്ക് സാന്ത്വന കേന്ദ്രങ്ങളായി നിലനിൽക്കട്ടെ. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ സമൂഹത്തിൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ ആശ്വാസത്തിന് വേണ്ടി നമ്മളുടെ സ്വത്തിന്റെ ഒരു ഭാഗം ഈ ലോകത്ത് നിലനിൽക്കട്ടെ. ആ നിലയിൽ നമ്മൾ ചിന്തിക്കൂ. അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല ഒരു സ്കൂളായിട്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ ഉയർന്ന നിലയിലേക്ക് സമൂഹത്തെ ലൗകികമായോ പാരത്രികമായോ വളർത്താൻ ഉതകുന്ന ഏതെങ്കിലും നന്മയുടെ വഴിയിൽ നമ്മുടെ സ്വത്തിന്റെ ഒരു ഭാഗം നിലനിർത്താൻ നാം ആഗ്രഹിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടാനില്ല. ഇത് സ്വീകരിക്കുന്നവൻ റബ്ബാണ്, കരുണയുള്ള റബ്ബ് അത് സ്വീകരിക്കും, അതിനെ വളർത്തും. അത് നാം മുടക്കിയതിന്റെ എത്രയോ ലക്ഷോപലക്ഷം ഇരട്ടിയാക്കി നമുക്കത് അള്ളാഹു മടക്കി തരികയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കി നിൽക്കുന്ന നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.